Hi all, welcome to JS Networks. ഇന്ന് നമ്മൾ C പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ 2-3 ക്ലാസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൽ if സ്റ്റേറ്റ്മെൻറ്റ്, switch സ്റ്റേറ്റ്മെൻറ്റ്, unconditional branching using goto statement, break and continue statements. So, ഈ 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് if സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇതാണ് ifൻ്റെ സിൻടാക്സ്. ഓക്കെ, സോ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളോട് ഇപ്പോൾ ifനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ എന്താണ് if സ്റ്റേറ്റ്മെൻറ്റ് യു ഹാവ് ടു മെൻഷൻ. അതേപോലെ സിൻടാക്സ് എഴുതാം നിങ്ങൾക്ക്. ആൻഡ് ദെൻ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാം. പിന്നെ ഒരു എക്സാമ്പിളും കൂടെ എഴുതാനായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, സോ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം if ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കവിടെ ഒരു കണ്ടീഷൻ വേണം അല്ലേ. ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതാണ് if within bracket you have to write the condition, and if the condition is true this block of statement will be executed. അതാണ് ifനെ കുറിച്ച് പറയാം. ഇവിടെ else മെൻഷൻ ചെയ്തിട്ടില്ല. അത് നെക്സ്റ്റ് നമ്മൾ if else ആണ്. ഇവിടെ ജസ്റ്റ് if സ്റ്റേറ്റ്മെന്റ് ആണ്, that is without else. Okay, that is if bracketil you have to give the condition and then open the curly bracket and then set of statements or block of statements and then close the bracket. So നമുക്ക് ഇതാണ് ഫ്ലോ ചാർട്ട്. നമ്മൾ ഫ്ലോ ചാർട്ടിനെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു ഡിസിഷൻ സിമ്പിൾ ആണ് ഈ ഡയമണ്ട് സിമ്പിൾ. സോ അതിൻ്റെ ഉള്ളിൽ വി ഹാവ് ടു റൈറ്റ് ദ കണ്ടീഷൻ ആൻഡ് ദെൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ദ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫോൾസ് ഡയറക്റ്റ് ആയിട്ട് അത് താഴോട്ട് വരുന്നു. ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട്. ഓക്കെ, സോ ഹിയർ കംസ് എ എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ഒരു നമ്പർ ഈവൻ ആണോ എന്നാണ് നോക്കുന്നത്. വെദർ ദ നമ്പർ ഈസ് ഈവൻ ഓർ നോട്ട്. ഓക്കെ, ഓൺലി ഈവൻ മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. സോ നമ്മളിവിടെ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റ് മെയിൻ നിങ്ങൾക്കറിയാം. യു ഹാവ് ടു ഗെറ്റ് ദ നമ്പർ അല്ലേ. സോ നമ്പറിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്. ദിസ് ഇസ് ഫോർ ഗെറ്റിംഗ് ദ മെസ്സേജ് ഓൺ ദ സ്ക്രീൻ. printf enter a number. scanf you are getting the number. നമ്മൾ നമ്പർ കൊടുക്കുന്നു. and then if number percentage 2 that is modulus അല്ലേ, നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ നോക്കണം. റിമൈൻഡർ 0 ആണെങ്കിൽ അതാണ് ഈക്വൽ ടു. ഇതെല്ലാം നമ്മൾ ഓപ്പറേറ്റേഴ്സിൽ ഡിസ്കസ് ചെയ്താണ് ഡീറ്റെയിൽ ആയിട്ട്. വാട്ട് ഇസ് ഈക്വൽ ടു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. വാട്ട് ഇസ് ദ യൂസ് ഓഫ് പെർസെൻറ്റേജ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, സോ ഇഫ് ദ നമ്പർ percentage 2 that is you have to take the remainder. നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ റിമൈൻഡറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് പെർസെൻറ്റേജ്. സോ ഇഫ് ദാറ്റ് വാല്യൂ ഓർ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ദ നമ്പർ ഈസ് ഈവൻ. സോ ഈ ഒരു കണ്ടീഷൻ അതാണ് കണ്ടീഷൻ. കണ്ടോ, ഇഫ് അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്തിൽ കണ്ടീഷൻ കൊടുത്തു, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. And this is the block of statement. Okay, printf percentage d is even number. നമുക്കറിയാം ഇവിടെ പെർസെൻറ്റേജ് d കൊടുത്തപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് നമ്പർ ആണോ ഏതാണോ നിങ്ങൾ അവിടെ കൊടുത്തത് that will come over here. Suppose നമ്മളിപ്പോൾ ആംബ്രസൻറ്റ് n യു ഹാവ് ഗിവൺ 4. ഓക്കെ, സോ 4നെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, 2 into 2 4. ഓക്കെ, ബാലൻസ് 0 ആണ്. സോ 0 is equal to 0. This is true, right? So true ആവുമ്പോൾ നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം, ഇവിടെ നമുക്ക് വരുന്നത് 4 is even number ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, റിട്ടേൺ 0. ഓക്കെ, ഇതാണ് ifൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് if else സ്റ്റേറ്റ്മെന്റ്. If you have to give the condition and then open the bracket. Okay, condition നോക്കുന്നു. condition true ആണെങ്കിൽ, if the condition is true this block will be executed. else that means false ആണെങ്കിൽ അല്ലേ, ഒന്നിൽ true അല്ലെങ്കിൽ false.
So true ആണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന condition true ആണെങ്കിൽ ഈ set of statements execute ചെയ്യും. Otherwise it will be false. അതാണ് else ഈ ഒരു block of statements execute ചെയ്യും. ഇതാണ് അതിന്റെ syntax if else. Okay. So there is a condition, and if the condition is true, the statement will be executed, and if it is false, this block of statement will be executed. ഇതാണ് if else. Okay. This is the example. Hash include std int main. ഇവിടെ example വന്നിരിക്കുന്നത് you are giving a number and you are checking whether the number is even or odd. മുമ്പേ നമ്മൾ ifൽ even മാത്രമേ നോക്കിയുള്ളൂ, oddനെ കുറിച്ച് നമ്മൾ bother ചെയ്തില്ല. ഇവിടെ you have to print either it is even or odd. So same way നമ്പറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റിജർ ആയിട്ട് നമ്പർ നമ്മൾ വാങ്ങിച്ചു, റൈറ്റ്. So number percentage 2 is equal to 0 ആണെങ്കിൽ even number. So this much we have done for if statement. ഇവിടെ നമ്മൾ else ഇട്ടു. So number percentage 2 0 ആണെങ്കിൽ even എന്ന് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ odd എന്ന് പ്രിന്റ് ചെയ്യണം. അതാണ് else the number is odd. Okay. So ഇവിടെ if ഉണ്ട്, അതിൻ്റെ ഒപ്പം else ഉണ്ട്. That is if the condition is true, this will be executed, and if it is false, അതാണ് else portion, this will be executed. Okay. ഇതാണ് if else statement. ഒരു വേറെ എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. Program to calculate the grade of student according to the specified marks. Grade print ചെയ്യാൻ പോവാണ്. Hash include and int main. മാർക്സ് ആണ് നമ്മൾ ഇൻറ്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു, മാർക്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ആൻഡ് ഇഫ് ദ മാർക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 85 ആൻഡ് ദ ലോജിക്കൽ ആൻഡ്, റൈറ്റ്, നമ്മൾ പഠിച്ചാണിത്. ഗ്രേറ്റർ ദാൻ 85 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. 85-നേക്കാട്ടിലും കൂടുതലുമാകണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. 100 ആകാം, അല്ലെങ്കിൽ 100-നേക്കാട്ടിലും കുറവ്. ദാറ്റ് ഇസ് ബിറ്റ്വീൻ 86 മുതൽ 100 വരെ ആണെങ്കിൽ എന്താണ്, ഗ്രേഡ് എ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ. സോ ദിസ് ഇസ് ഇഫ്. എൽസ് ഇഫ്, ഇതാണ് നമ്മൾ എൽസ് ഇഫ് ലാഡർ എന്ന് പറയും. ഓക്കെ. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പം ഇവിടെ വീണ്ടും കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. Marks greater than 60 and less than or equal to 85 ആണെങ്കിൽ grade B. And if this is also false, again next condition. Okay. So else if marks greater than 40 and less than or equal to 60 ആണെങ്കിൽ B. വീണ്ടും condition. Okay. So else if marks greater than 30 and marks less than 40 ആണെങ്കിൽ grade C. ഇനി ഇതൊന്നും അല്ല എങ്കിൽ else. Sorry, you are failed. Okay. So ഇതാണ് program to calculate the grade of students according to the specified marks. മാർക്സ് നമ്മൾ വാങ്ങിച്ച ശേഷം മാർക്സിൻ്റെ കണ്ടീഷൻ നോക്കുകയാണ്. ഗ്രേറ്റർ ദാൻ 85 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ ഗ്രേഡ് എ. ഇനിയും അതല്ല എങ്കിൽ എഗെയിൻ നമുക്ക് ഉടനെ ഫെയിൽ എന്നോ പാസ് എന്നോ അങ്ങനെ എഴുതാൻ പറ്റില്ല. എഗെയിൻ യു ഹാവ് ടു ഗോ ഫോർ അനദർ കണ്ടീഷൻസ്, റൈറ്റ്. സോ കാരണം ബിക്കോസ് 85-നും 100-നും ഇടയ്ക്കാണ് എ ഗ്രേഡ്, 60-നും 85-നും ഇടയ്ക്കാണ് ബി പ്ലസ്, 40 to 60 ആണെങ്കിൽ ബി, 30 to 40 ആണെങ്കിൽ സി. അതാണ് കണ്ടീഷൻ. സോ അങ്ങനെ നമ്മൾ എൽസ് ഇഫ്, അത് ഇഫ് ലാഡർ, ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യണം. അത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് വരെ യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. Okay. So this is the program to calculate the grade of students according to the specified marks. Next is switch statement. ഇതാണ് switchന്റെ syntax. Switch within bracket you have to give the expression, and then ഇതിനകത്ത് നമുക്ക് ഒരുപാട് കേസസ് കാണാം. കേസ് 1 ആണെങ്കിൽ ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യണം. കേസ് 2 ആണെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ് ഈസ് കമ്പയറിങ് എക്സ്പ്രഷനും ഏത് കേസാണ് എടുക്കേണ്ടത്. ഓക്കെ. കേസ് 1 ആണ് എടുക്കുന്നതെങ്കിൽ ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. കേസ് 2 ആണെങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ദെൻ അങ്ങനെ ഇതൊരു ചെയിൻ ആയിട്ട് പോകും. ഓക്കെ. സോ ഇതൊന്നുമല്ല എങ്കിൽ ഡിഫോൾട്ട് പോർഷൻ എക്സിക്യൂട്ട് ചെയ്യും. കേസ് കോൺസ്റ്റന്റ് 1. ഓക്കെ. ആൻഡ് ദെൻ കോളൻ യു ഹാവ് ടു ഗിവ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. സോ ഇഫ് ദിസ് ഇസ് ട്രൂ, നമ്മൾ കേസ് 1 ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ ശേഷം
നമുക്ക് കേസ് 2 അതേപോലെ ഡിഫോൾട്ട് വരെ നോക്കേണ്ട കാര്യമില്ല അല്ലേ. സോ ഇറ്റ് വിൽ ബ്രേക്ക്, ഇവിടെ ഒരു ബ്രേക്ക് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് ദ സ്വിച്ച് ലൂപ്പ്. ഓക്കെ, ആ സ്വിച്ച് ബ്രാക്കറ്റിന് പുറത്ത് വരും. ഇനിയും കേസ് 1 ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു കേസ് 2 ആൻഡ് ആ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അവിടെയും ബ്രേക്ക് ഉണ്ട്. ഇനിയും ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു n-1 ബ്ലോക്ക് വരെ വരും അല്ലേ. സോ അത് കഴിഞ്ഞ ശേഷം ഇതൊന്നുമല്ല, ഇതൊന്നും ട്രൂ അല്ല, അതൊന്നും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല എങ്കിൽ ഇറ്റ് വിൽ ഗോ ടു ഡിഫോൾട്ട്. ഓക്കെ, അവിടെയും എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും. അവിടെ നമുക്ക് ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് നാച്ചുറലി ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് ദ ബ്രാക്കറ്റ്. ഓക്കെ, സോ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഇസ് സ്വിച്ച് എക്സ്പ്രഷൻ. And then if this is okay, case 1 will be executed, and sorry, case 1 is okay anengil block 1 will be executed, and then break will be there, that means come out of the switch bracket and then do the rest. If case 1 false anengil endha cheyune, case 2 execute cheyum, adu check cheyum, adu okay anengil adu execute cheyum. Okay, so chances are there oru case സെയിം അല്ല എന്നുള്ളൊരു ചാൻസ് വരാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു ഡിഫോൾട്ട് ആൻഡ് ഇറ്റ് വിൽ ഡു ദാറ്റ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് നോ നീഡ് ഓഫ് ബ്രേക്ക് ദെയർ. അവിടെ ബ്രേക്കിൻ്റെ കാര്യമില്ല, ബിക്കോസ് നാച്ചുറലി അത് ബ്രാക്കറ്റിൻ്റെ പുറത്ത് വരും. ഓക്കെ, സോ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സിമ്പിൾ കാൽക്കുലേറ്റർ യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യണം, മൈനസ് സബ്ട്രാക്ട്, ഇൻറ്റു മൾട്ടിപ്ലൈ, സ്ലാഷ് ആണെങ്കിൽ ഡിവിഷൻ, അങ്ങനെ ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ആണ്. സോ ഇൻറ്റു മെയിൻ നമ്മൾ ആ ഓപ്പറേറ്ററിനെ നമ്മൾ ക്യാരക്ടറായിട്ട് ഡിക്ലെയർ ചെയ്തു. 2 നമ്പേഴ്സ് n1 ആൻഡ് n2. സോ ക്യാരക്ടേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു അല്ലേ, പ്ലസ് മൈനസ് ഇൻറ്റു ബൈ, ഏതാണോ വാങ്ങിക്കണം. സോ യു ആർ ഗിവിങ് ഇറ്റ് ആംപർസൻഡ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ എന്നാണ് ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഐഡൻറ്റിഫയറിൻ്റെ പേര് അല്ലേ. സോ ഓപ്പറേഷൻ ആൻഡ് ദെൻ ദിസ് ഇസ് ക്യാരക്ടർ, ക്യാർ ആയതുകൊണ്ട് %c. സോ യു ആർ ഗെറ്റിംഗ് ദ ഓപ്പറേഷൻ ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ ഓപ്പറൻസ്. സോ വാല്യൂസും കിട്ടി. നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, പ്ലസ് ആണോ മൈനസ് ആണോ, ആ ഒരു സംഭവം നമുക്ക് കിട്ടി. നൗ കം ടു ദ സ്വിച്ച്. സോ എല്ലായ്പ്പോഴും ഇവിടെ സംഭവിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഓപ്പറേറ്റർ, ഐദർ ഇറ്റ് ഈസ് പ്ലസ് മൈനസ് ഓർ വാട്ട് എവർ, അതിൻ്റെ ബേസിസിലാണ് ഇതിനകത്തിലെ ഓരോ കേസസും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓപ്പറേഷനിൽ യു ഹാവ് ഗിവൺ സംതിങ്, നമ്മളിപ്പോൾ ഇവിടെ പ്ലസ് ആണ് കൊടുത്തതെങ്കിൽ എന്താ സംഭവിക്കുന്നത്, സ്വിച്ച് ഇവിടെ പ്ലസ് ഉണ്ട് ഓപ്പറേഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ കം വിത്തിൻ ദ ബ്രാക്കറ്റ്. സോ കേസ് പ്ലസ് കണ്ടോ. സോ ഇവിടെ ക്യാരക്ടർ ആണ് അല്ലേ, അതുകൊണ്ടാണ് നമ്മളിവിടെ സിംഗിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത്. സോ പ്ലസ് ആൻഡ് യു ഹാവ് ഗിവൺ പ്ലസ്, നമ്മൾ മാച്ചിങ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, പ്രിന്റ് എഫ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ കേളി ബ്രാക്കറ്റ് കൊടുക്കാത്തത്, വേണമെങ്കിൽ കൊടുക്കാം. സോ പ്രിന്റ് എഫ് %d പ്ലസ് %d is equal to %d, you are adding it. Okay, so ആദ്യത്തെ %d ആദ്യത്തെ നമ്പർ, നെക്സ്റ്റ് n2 and then the answer is n1 plus n2. അതേപോലെ if it is case minus, okay, മൈനസ് ആണ് കൊടുത്തതെങ്കിൽ this will be executed. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്ത് ബ്രാക്കറ്റിന് പുറത്ത് വരും. ഇനി അതല്ല ഇൻറ്റു ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഡിവിഷൻ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് അതർ ദാൻ ദാറ്റ്, ഇതൊന്നും അല്ല വേറെ എന്തെങ്കിലും കൊടുത്തെങ്കിൽ ഡിഫോൾട്ട് പോർഷൻ എക്സിക്യൂട്ട് ചെയ്ത് എറർ പ്രിന്റ് ചെയ്ത് ബ്രാക്കറ്റിൻ്റെ പുറത്ത് വരും. ഓക്കെ, ദിസ് ഇസ് ദ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ സിമ്പിൾ കാൽക്കുലേറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു എന്താണ്, എവിടോ പോകാൻ പറയാണ്. സോ പോകണമെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ സ്ഥലം പറഞ്ഞു തരണം, അത്രേ ഉള്ളൂ. അതാണ് ലേബൽ നെയിം. ഓക്കെ, ഗോ ടു എ പെർട്ടിക്കുലർ ലേബൽ നെയിം. സോ നമ്മൾ ഇവിടുന്ന് നമുക്ക് എവിടോട്ടെങ്കിലും പോകണമെങ്കിൽ വേർ യു ഹാവ് ടു ഗോ അല്ലേ, ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ദിസ് ലേബൽ ഷുഡ് ബി ദർ, അത്രേ ഉള്ളൂ. സോ സിൻടാക്സ് ഗോ ടു, ദിസ് എ കീവേഡ്, പേര് കൊടുക്കുക, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ അത് എഴുതുക, അതിനുശേഷം നമ്മൾ ഈ ഒരു പേര് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എവിടോട്ടോ പോകാൻ പറയാണ്. സോ പോകുന്ന സ്ഥലമാണ് ഇവിടെ ലേബൽ നെയിം മാച്ച് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ അവിടെ കൊടുത്തിരിക്കുന്ന ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് when a goto statement is encountered in a C program, the control jumps directly to the label mentioned in the goto
statement. Okay. Then example, hash include std int main sum. Okay, sum is equal to 0. നമ്മൾ initialize ചെയ്തു, declare ചെയ്തു. ഇവിടെ for loopൽ I നമ്മൾ start ചെയ്യാണ് 0 മുതൽ less than or equal to 10, incrementing by 1. Okay, so bracket open ചെയ്തു, sum is equal to sum plus I. നമ്മൾ sum കണ്ടുപിടിക്കുകയാണ്, sum plus I. ഓരോ സമയത്തും ഐയുടെ വാല്യൂ 0 ആയി, പിന്നെ 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി. 5 ആയപ്പോൾ it will add that sum plus I. ആഡ് ചെയ്ത ശേഷം എന്താ സംഭവിക്കുന്നത്? If I is equal to 5, ഐയുടെ വാല്യൂ 5 ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? Go to addition. ഇതാണ് ലേബൽ. കണ്ടോ? നമ്മൾ പോകേണ്ട സ്ഥലമാണ് addition. And then close the bracket. If close ചെയ്തു and then for loop close ചെയ്തു. So this is the label. കണ്ടോ? Addition. And then you are printing it. Print a percentage d sum. നമുക്ക് ഇവിടെ എന്താണോ ആൻസർ കിട്ടുന്നത് that will be displayed here and then return 0. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 15. എന്താണെന്നറിയാലോ? So ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ അതിവിടെ വരും. Sum is equal to sum plus I. Basically initialized, we have initialized the value as 0. So 0 plus 0 അല്ലേ? സമ്മിൻ്റെ വാല്യൂ 0 ആകും. And then again it will be incremented. So it will become 1. So 0 plus 1 and then again. So 5 ആകുമ്പോഴും same way it is adding it and then since it is 5, ഐയുടെ വാല്യൂ 5 ആയതുകൊണ്ട് it will go to addition. So 5 വരെ ഇത് ചെയ്യത്തുള്ളൂ. സീരിയൽ ഓർഡറിൽ 5 വരെ ഇതിൻ്റെ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, go to addition and then see this. ഇവിടെ നമ്മൾ ലേബൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഡീഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? printf percentage d sum. സം പ്രിന്റ് ചെയ്യണം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് 15. ഓക്കെ, one more example. Hash include stdio.h int age. ഇവിടാണ് രണ്ട് ലേബൽ g and s. g എന്ന് പറയുന്ന ലേബൽ എന്താ പറഞ്ഞിരിക്കുന്നത്? you are eligible എന്ന് പ്രിന്റ് ചെയ്യണം. s you are not eligible എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, so age നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. if age is greater than or equal to 18 ആണെങ്കിൽ go to g, that is you are eligible. Okay, else if it is not g, so only two go to statements you have given. So ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ എന്താ? go to s. So it will come here and this will be executed. Okay, so ഇതാണ് നമ്മളുടെ go to statement. Next is continue statement. What is continue statement? Continue ചെയ്തുകൊണ്ടിരിക്കുക, തുടർന്നുകൊണ്ടിരിക്കുക. Okay, continuous statement is used inside loops. When a continuous statement is encountered inside a loop, control jumps to the beginning of the loop for next iteration, skipping the execution of the statements inside the body of loop for the current iteration. And skipping the execution of statements inside the body of the loop. ആ ഒരു എക്സിക്യൂഷൻ സ്കിപ്പ് ചെയ്തു പോകും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ ഇത് ക്ലിയർ ആവും. ഇവിടെ എക്സാമ്പിൾ int main, ഇവിടെ for loopൽ j is equal to 0, j less than or equal to 8 and j plus plus. If j is equal to 4. So jയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരികയാണ് അല്ലേ? 1 by 1 ആയിട്ട് 1 1 വെച്ച് ഇൻക്രീസ് ചെയ്ത് വരുന്നു. jയുടെ വാല്യൂ 4 ആകുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടിന്യൂ. ആൻഡ് ദെൻ ഇത്രയും ഇഫിൻ്റെ ബ്രാക്കറ്റ് ആണ്. അതിനുശേഷം പുറത്ത് വന്നിട്ട് printf percentage d j. എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് j 0 ആകുമ്പോൾ it will come here. j is not equal to ഇത് 0 അല്ലേ? so it is not 4. so ഇവിടെ വരില്ല. it will come here. it will print 0. വീണ്ടും it will go up. j 1 ആയി. again ഇവിടെ നമുക്ക് 4 ആണ് അല്ലേ? so it will come here and it will print 1 print ചെയ്തു. അങ്ങനെ 2 3 വരെ print ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്? 3 4 ആയി അല്ലേ? j plus plus 4 ആയി. so 4 ആയപ്പോൾ എന്താ ഇവിടെ? j is equal to 4 സെയിം ആണ് അല്ലേ? so അന്നേരം എന്താ ചെയ്യുന്നത്? കണ്ടിന്യൂ ചെയ്യും.
ഓക്കെ, ഇറ്റ് വിൽ നോട്ട് പ്രിൻറ്റ്. അതാണ് ഇവിടെ 4 മിസ്സിംഗ് ആയിട്ടുള്ളത്. ആൻഡ് ദെൻ നെക്സ്റ്റ് അഗെയിൻ അത് j ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 വരെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 4 ഇല്ലാതെ ബാക്കി എല്ലാ വാല്യൂസും പ്രിൻ്റ് ആവുന്നത്. So this is continue statement. And ഈ ഒരു ക്വസ്റ്റ്യൻ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബ്രേക്ക് എന്താണ് നമ്മൾ സ്വിച്ചിനകത്തിൽ പഠിച്ചു അല്ലേ. സോ കണ്ടിന്യൂ വി ഹാവ് ജസ്റ്റ് സീൻ ദ എക്സാമ്പിൾ. സോ ഇവിടെ ഡിഫറൻസ് പഠിച്ചോണം. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ് ടു എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് യൂസ് ടു എക്സിറ്റ് ഫ്രം ദ ലൂപ്പ് കൺസ്ട്രക്ട്സ്. കണ്ടിന്യൂ ആകുമ്പോൾ അത് എക്സിറ്റ് ചെയ്ത് പോകില്ല, അതിനെ സ്കിപ്പ് ചെയ്ത് അടുത്തതിനെ അത് വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യും. ആൻഡ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂഷ്വലി യൂസ് വിത്ത് ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ കണ്ടു അല്ലേ, ബ്രേക്ക് സ്വിച്ചിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് യൂസ് വിത്ത് ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ് വിത്തിൻ ദ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് ഓർ ഫോർ ലൂപ്പ്. ബ്രേക്ക് അതേപോലെ നമുക്ക് സ്വിച്ചിനകത്തിൽ അങ്ങനെ അല്ലാതെ നമുക്ക് അത് എന്താണ് വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പിൻ്റെ കൂടെ എല്ലാം നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. When a break statement is encountered, then the control is exited from the loop construct immediately. അല്ലേ, ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് ദ ബ്രാക്കറ്റ്. പക്ഷേ കണ്ടിന്യൂ ആകുമ്പോൾ എന്താ, അത് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ദ സിൻടാക്സ് ഇസ് ബ്രേക്ക് ആൻഡ് ദെൻ കണ്ടിന്യൂ. ഓക്കെ, ബ്രേക്ക് കഴിഞ്ഞൊരു സെമി കോളൻ കൊടുക്കണം, അതേപോലെ കണ്ടിന്യൂ കഴിഞ്ഞിട്ടൊരു സെമി കോളൻ കൊടുക്കണം. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഇന്ന് നമ്മൾ പഠിച്ചത് if else, switch, go to, break and continue. ഓക്കെ, സോ എൻ്റെ എക്സാമ്പിൾ നീറ്റായിട്ട് പഠിക്കുക, സിൻടാക്സ് പഠിക്കുക, ഫ്ലോ ചാർട്ടും പഠിക്കണം. ആൻഡ് ദെൻ എക്സാമ്പിൾ നമ്മളെല്ലായ്പ്പോഴും കഴിവതും എക്സാമ്പിൾ എഴുതാൻ നോക്കണം. ബിക്കോസ് എക്സാമ്പിളിനും നമുക്ക് ചിലപ്പോൾ എക്സാമിനേഷന് മാർക്ക് കാണും. ഓക്കെ, സോ അതുകൊണ്ടാണ് എക്സാമ്പിൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ എക്സാമ്പിൾ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വൈൽ, ഡു വൈൽ, ഫോർ, ഇനി അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.